ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആയിരിക്കും എന്നെനിക്കറിയാം. കാരണം റൂഡ് വാൻ നിസ്റ്റൽറോയ് എന്ന് പറയുന്ന നമ്മുടെ ലെജൻഡറി സ്ട്രൈക്കർ ടെൻ ഹാഗിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിൽ ടെൻ ഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ 2 ദിവസം മുന്നേ ആദ്യമായിട്ട് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഫബ്രീസിയോ റൊമാനോ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്കതത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പുള്ളി കഴിഞ്ഞ 2022-23 സീസണിൽ PSV കോച്ച് ചെയ്തതാണ്. PSV കോച്ച് ചെയ്ത് അവിടെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 70% മുകളിൽ വിൻ പെർസെൻറ്റേജ് ഉള്ള ഒരു ഹെഡ് കോച്ച് ആയിരുന്നു ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ യുണൈറ്റഡിൽ ടെൻ ഹാഗിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിൽ ടെൻ ഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യേണ്ട കാരണം എന്താണെന്ന്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആദ്യം തന്നെ എനിക്ക് ഈ ഒരു ന്യൂസ് ആദ്യം കേട്ടപ്പം എനിക്ക് ആദ്യം വന്ന ഒരു സംശയം അതാണ്. സോ ഇത് തള്ള ന്യൂസാണ്. ഈവൻ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടും എനിക്ക് അത്ര വിശ്വാസം എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നെതർലൻഡ്സിൽ നിന്ന് ക്രെഡിബിളായിട്ടുള്ള സോഴ്സസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിങ്ക്സിനെ പറ്റി. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നാണെങ്കിൽ തന്നെ പല ക്രെഡിബിളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ, ഇപ്പോൾ അത്ലറ്റിക് ആണെങ്കിലും ടെലിഗ്രാഫ്, ജെയിംസ് ഡക്കറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിങ്ക്സിനെ പറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ടോക്സും കാര്യങ്ങളും ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയും യുണൈറ്റഡിൻ്റെ ഭാഗത്തും തമ്മിലുള്ള ടോക്സും കാര്യങ്ങളും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്നു. അപ്പം റൂഡ് വാൻ നിസ്റ്റൽറോയ്ക്ക് പുള്ളിക്ക് ഭയങ്കര ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ യുണൈറ്റഡിൽ ടെൻ ഹാഗിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിൽ ടെൻ ഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ടോക്സും കാര്യങ്ങളും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 2022-23 സീസണിലാണ് റൂഡ് വാൻ നിസ്റ്റൽറോയ് PSV എന്ന് പറയുന്ന ഡച്ച് ലീഗിൽ കളിക്കുന്ന ക്ലബിനെ കോച്ച് ചെയ്യുന്ന, അവരുടെ ഹെഡ് കോച്ചായിട്ട് കോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീസണിൽ പുള്ളി ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു PSV എന്ന് പറയുന്ന ടീമിൽ വരുത്തി. അവരുടെ പ്ലേയിങ് സ്റ്റൈലാണെങ്കിലും കുറേ കൂടെ അട്രാക്റ്റീവ് അറ്റാക്കിംഗ് ഫുട്ബോൾ അയാക്സിൽ ടെൻ ഹാഗ് കാണിച്ചുകൊണ്ടിരുന്ന ആ രീതിയിലുള്ള കുറച്ചുകൂടെ ഒരു ടെൻ ഹാഗിൻ്റെ ഫിലോസഫിയൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ടെൻ ഹാഗിൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ ടെൻ ഹാഗിൻ്റെ കോച്ചിങ് മെത്തേഡ്സിനെയൊക്കെ പുള്ളി ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ, അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ PSVയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പുള്ളിയുടെ ആ ഒരു PSV ടീമിനെ നോക്കി പുള്ളി ഫ്രം ദ സ്ക്രാച്ച് പുള്ളി ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ടീമിൽ അണ്ടർ 24 എന്നൊക്കെ പറയാവുന്ന ഒരു ടീമിനെ പുള്ളി ബിൽഡ് ചെയ്തപ്പോൾ ആ ടീമിലായിരുന്നു ഗാക്പോ, ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ പ്ലെയറായ ഗാക്പോ ആയാലും, അതുപോലെ തന്നെ ചെൽസിയുടെ മധുവേക്കെ, പിന്നെ സാവിയോ, അതുപോലെ ചാവി സിമോൺസ്, പിന്നെ യോഹാൻ ബക്കായക്കോ, അതുപോലെ തന്നെ എവേർട്ടണിൽ നിന്ന് ആ ഒരു സീസൺ 2022-23 സീസണിൽ ജെറാർഡ് ബ്രാന്ത്വെയ്റ്റ് PSVയിൽ ലോണിൽ പോയി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയുടെ അണ്ടറിലാണ് നമ്മളുമായിട്ട് ഇപ്പം ലിങ്ക് ചെയ്തിരിക്കുന്ന എവർട്ടൻ്റെ ഡിഫൻഡർ ജെറാർഡ് ബ്രാന്ത്വെയ്റ്റ് ആ ഒരു സീസണിൽ ലോണിൽ കളിക്കുന്നത്. അപ്പോൾ ജെറാർഡ് ബ്രാന്ത്വെയ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയ്ക്കാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഫുട്ബോൾ IQൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും പുള്ളിയുടെ ഇൻ്റർവ്യൂസൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത്രയും ഫുട്ബോൾ നോളജ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ അറിയാവുന്ന ഒരു അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഒരു ലെജൻഡറി സ്ട്രൈക്കറാണ് റൂഡ് വാൻ നിസ്റ്റൽറോയ്. PSVയിൽ നിന്ന് പുള്ളിക്ക് ഇത്രയും വലിയ വിൻ പെർസെൻറ്റേജ്, ഓൾമോസ്റ്റ് 70% വിൻ പെർസെൻറ്റേജ് ഉണ്ട്. അതുമാത്രമല്ല ഡച്ച് കപ്പ് ആയാലും പുള്ളി ക്രൈഫ് ഷീൽഡ്, അപ്പോൾ അങ്ങനത്തെ കപ്പുകളൊക്കെ പുള്ളി ജയിച്ചിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ PSV ആയിട്ട്. പക്ഷേ ലീഗ് നോക്കിയാൽ ലീഗിൽ 2ാം സ്ഥാനം, വെറും 6 പോയിൻറ്റിന് ഇപ്പോഴത്തെ ലിവർപൂളിൻ്റെ മാനേജറായിട്ടുള്ള ആർണെ സ്ലോട്ടിൻ്റെ ഫയനൂഡുമായിട്ട് പുള്ളിക്ക് ലൂസ് ചെയ്യേണ്ടി വന്നു. ആ ഒരു 6 പോയിൻറ്റിൻ്റെ ഡിഫറൻസിൽ ഫയനൂഡായിരുന്നു ചാമ്പ്യന്മാർ. പക്ഷേ ഇത്രയും നല്ല പെർഫോമൻസ് ഉണ്ട് PSVക്കാണെങ്കിലും ഈ ഒരു മനുഷ്യനെ മുന്നോട്ട് അവരുടെ കോച്ചായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ PSV എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു സെല്ലിങ് ക്ലബ്ബാണ്. അപ്പോൾ അത് പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടുന്ന് ഗാക്പോ ആയാലും അതുമൊക്കെ ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ വിറ്റൊഴിവാക്കുന്ന കണ്ടപ്പം പുള്ളിക്ക് ആ ഒരു ക്ലബിൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആ ഒരു അംബീഷനിൽ പുള്ളി ക്വസ്റ്റ്യൻ ചെയ്ത്, അപ്പോൾ അങ്ങനെ ആ ഒരു അഭിപ്രായ വ്യത്യാസം ഒക്കെ സംഭവിച്ചാണ് 2023 സമ്മറിൽ പുള്ളി PSVന്ന് റിസൈൻ ചെയ്ത് പുറത്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസണിൻ്റെ എൻഡ് മുതൽ ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയെ പല ക്ലബ്ബുകളുമായിട്ട് അവരുടെ ഹെഡ് കോച്ചായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓഫേഴ്സ് റൂഡ് വാൻ നിസ്റ്റൽറോയുടെ മുന്നിൽ പല ക്ലബ്ബുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ബെൽജിയം ക്ലബ്ബായിട്ടുള്ള ക്ലബ് ബ്രൂഹെ, അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ പുള്ളിക്ക് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ബേൺലി, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്ന് റെലിഗേറ്റായി ചാമ്പ്യൻഷിപ്പിൽ പോയ ബേൺലിയുടെ കോച്ചായിട്ടുണ്ടായിരുന്ന വിൻസെൻ്റ് കമ്പനി ഓൾറെഡി ബയണിലോട്ട് പോയി. അപ്പോൾ അവിടെ ആ ഒരു മാനേജർ വേക്കൻസി ഉണ്ട്. ബേൺലി ഇൻറ്റൻസ് ആയിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു റൂഡ് വാൻ നിസ്റ്റൽറോയായിട്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എൻട്രി. സോ
പുള്ളിയുടെ ഫുൾ ഫോക്കസ് ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരിക എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പുള്ളി വരുമ്പം തന്നെ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് കുറച്ചുകൂടെ പവറുള്ള ഒരു കോച്ചായിരിക്കും. വെറും ഒരു അസിസ്റ്റൻറ്റ് കോച്ച് എന്നുള്ള ഒരു ഓഫർ ആയിരിക്കത്തില്ല ഇനിയോസ് പുള്ളിയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാത്രമേ പുള്ളിയെ പോണക്കത്തെ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ PSVയിൽ അത്ര മാനേജ് ചെയ്ത അങ്ങനത്തെ ഒരു റെപ്യൂട്ടേഷനുള്ള ഒരു മനുഷ്യൻ ഇവിടെ ടെൻഹാഗിൻ്റെ ബാക്ക് റൂം സ്റ്റാഫിൽ ടെൻഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരണമെങ്കിൽ ഇനിയോസ് പല ഓഫറും മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിൽ പല ഓഫേഴ്സ് മുന്നോട്ട് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം റൂഡ് വാൻ നിസ്റ്റൽറോയ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. മിക്കവാറും ടെൻഹാഗിനെ ഒരു ഇപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വല്ലതും വരുമ്പോൾ ടെൻഹാഗ് സാക്കാകുകയാണെങ്കിൽ ഒരു കെയർ ടേക്കർ മാനേജർ എന്നുള്ള രീതിയിൽ ഒരു ഫെയർ ചാൻസ് പുള്ളിക്ക് കൊടുത്ത് പുള്ളിക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സോൾഷെയറിനെ പോലെ 1-2 വർഷം ആ ഒരു കോൺട്രാക്റ്റൊക്കെ കൊടുത്ത് പെർമനൻറ്റ് മാനേജർ ആക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു റൂഡ് വാൻ ഇത് എൻ്റെ ഒരു അസംഷനാണ്. അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ നമ്മുടെ ടീമിലോട്ട് വരുമ്പോഴത്തേനും എന്താണേലും ഹോയ്ലൻഡ് എന്ന് പറയുന്ന സ്ട്രൈക്കർ, യങ് സ്ട്രൈക്കറിനെ സംബന്ധിച്ച് പുള്ളിക്ക് ലുക്കപ്പ് ടു ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിക്ക് പല കാര്യങ്ങളും പുള്ളിയുടെ ഗെയിമിലെ പല ഫോൾട്ടുകളും ക്ലിയർ ചെയ്യാനൊക്കെ റൂഡ് വാൻ നിസ്റ്റൽറോയ് പോണക്കത്തെ ഒരു സ്ട്രൈക്കറിന് സാധിക്കും. നമ്മൾ കഴിഞ്ഞ സീസണിൽ അതിന് ഉദാഹരണം കണ്ടാണ് നമ്മുടെ തന്നെ പ്ലെയർ ആയിരുന്ന വാൻ പേഴ്സി ആ ഒരു UEFA പ്രോ ലൈസൻസ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കാരിങ്ങണിൽ വന്നായിരുന്നു. കാരിങ്ങണിൽ വന്ന സമയത്ത് ഈ ഒരു ഹോയ്ലൻഡും വാൻ പേഴ്സിയും തമ്മിൽ ചർച്ചകൾ നടന്നു. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഹോയ്ലൻഡ് അപ്രോച്ച് ചെയ്തായിരുന്നു പുള്ളിയുടെ ഗെയിമിലെ ഫോൾട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തായിരുന്നു, സംസാരിച്ചായിരുന്നു ഈ ഒരു വാൻ പേഴ്സിയായിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ പല ഗെയിമിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ പുള്ളിയുടെ ഉപദേശം കേട്ടതിന് ശേഷമാണ് ഹോയ്ലൻഡിൻ്റെ ഗെയിമിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. ഹോയ്ലൻഡ് കഴിഞ്ഞ സീസണിൽ ആ ഒരു പർപ്പിൾ പാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും വാൻ പേഴ്സിയുമായിട്ടുള്ള ആ ഒരു ചർച്ചകൾക്ക് ശേഷം ആണെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനത്തെ ഇപ്പോൾ വാൻ പേഴ്സിയൊക്കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ലെജൻഡറി സ്ട്രൈക്കറാണ് റൂഡ് വാൻ നിസ്റ്റൽറോയ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോയ്ലൻഡ് പോണത്തെ സ്ട്രൈക്കറിന് ഭയങ്കര ഉപകാരമായിരിക്കും. അത് മാത്രമല്ല ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഏറ്റവും വലിയ ലിങ്ക്സും കൂടുതൽ നമ്മൾ ഈ ഒരു സമ്മറിൽ ഇതുവരെയുള്ള ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ലിങ്ക്സ് സെർക്സിയുടെ ഈ ഒരു റിലീസ് ക്ലോസ് 34 മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് യുണൈറ്റഡ് ട്രിഗർ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ സിർക്സി പോണക്കത്തെ ഒരു പ്ലെയറിന് നോക്കുമ്പോഴും ഇപ്പം റൂഡ് വാൻ നിസ്റ്റൽറോയ് പോണക്കത്തെ ഒരു പ്ലെയർ കോച്ചിങ് സ്റ്റാഫിലുണ്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു അട്രാക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. പ്ലസ് ഇങ്ങനത്തെ ഒരു പ്ലെയർ കോച്ച് ചെയ്യും എന്നുള്ള ഒരു സംഭവം കൂടെ വരുമ്പോഴത്തേനും അവർക്കാണെങ്കിലും വരാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും കൂടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് റൂഡ് വാൻ നിസ്റ്റൽറോയും യുണൈറ്റഡും തമ്മിലുള്ള ലിങ്ക്സിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ടോക്സും കാര്യങ്ങളും നടക്കുന്നു. ഇതുവരെയായിട്ടും കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലാണ് ടോക്സും കാര്യങ്ങളും പോകുന്നത്. എന്താണെങ്കിലും വരും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടാണ് എല്ലാവരും വളരെ ക്രെഡിബിളായിട്ടുള്ള എല്ലാ ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ വലിയ ന്യൂസുകൾ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലിങ്ക്സും കാര്യങ്ങളും ഇല്ല. ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് തള്ള ഒത്തിരി ലിങ്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ന്യൂസുകൾ പ്ലെയേഴ്സിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റിയൊന്നും ഞാൻ സംസാരിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. ബൈ.